ഏറ്റവും ബഹുമാനിച്ച് രാവണനൊക്കെ പറഞ്ഞതിന് ശേഷം പറയേണ്ട ആളാണ്. ഇപ്പോൾ രാവണേട്ടൻ പറഞ്ഞത് അടുത്ത സെഷൻ. അതുപോലെ മൈത്രേയനുണ്ട്, പോൾസൺ റാഫേലുണ്ട്, അവരൊക്കെ അടുത്ത ഇതിലായിരിക്കും. അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ശിഷ്യൻ എന്നാണ് ബാബു പറയാൻ ഞാൻ മറിച്ചാണ് കരുതിയിരുന്നു. ഞാൻ ബാബുവിൻ്റെ ശിഷ്യനാണ്. പലപ്പോഴും നാട്ടുകലകൾ പഠിച്ചത് ഞാൻ പലപ്പോഴും ബാബുവിൽ നിന്നുകൂടിയാണ്. ബാബുവിൻ്റെ അച്ഛൻ ബാലേട്ടനും എൻ്റെ അപ്പൻ താണിക്കൽ ദേവസ്വം ആയിട്ട് ഞങ്ങൾ അഞ്ചേരിയിൽ താമസിക്കുന്ന സമയത്ത് നല്ല ബന്ധം ആയിരുന്നു. അപ്പം ആ രൂപത്തിൽ ആണ്, ഞാൻ നീട്ടി പറയുന്നില്ല. ഇന്നിപ്പോൾ ഈ ബാബുവിനെ കുറിച്ച് പത്രം തന്ന കൂട്ടത്തിൽ അജിത കല്യാണി എഴുതിയ ഈ കുറിപ്പിൻ്റെ കൂട്ടത്തിൽ മുത്തങ്ങ സമരം അതിൻ്റെ വിധി വന്നത് കൂടി വായിക്കട്ടെ. ഈ മുത്തങ്ങ സമരത്തിന് ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്നും മുഖം ഗ്രാമീണ നാടകവേദിയുടെ നേതൃത്വത്തിൽ ഐ ഗോപിനാഥും ബാബു മലയിലും നേതൃത്വം നൽകിയ പരിപാടി വയലാവാസ്തവൻപിള്ള സാറ് അന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ ഞങ്ങളൊരു പ്രതിഷേധ ജാഥ നടത്തി. ഇവിടുന്ന് ട്രെയിനിൽ പോയിട്ട് കോഴിക്കോട് ഇറങ്ങിയിട്ട് ഞങ്ങൾ മിഠായി തെരുവിലൂടെ ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്നാൽ നാടിൽ നട്ടല് പൊട്ടി നമ്മൾ ചാവും എന്നുള്ള മധു നാരായണൻ്റെ പാട്ട് പാടി മുഖം ഇങ്ങനെ ബാനറൊക്കെ പിടിച്ചിങ്ങനെ പോകുമ്പോൾ ധാരാളം ഇടിവണ്ടികൾ വന്ന് നിന്നു. പോലീസ് അതിൽ നിന്നും തോക്കൊക്കെ ആയിട്ട് എനിക്ക് നേരെ ബാബുവിന് നേരെയൊക്കെ തോക്ക് വന്നു. അപ്പോൾ ബാബു പറഞ്ഞപ്പോൾ സാറ് പട്ടയ്ക്കാൻ പോകും, കല്ലുകൊണ്ട് പട്ടയ്ക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങനെ ഒരു അക്രമം ഉണ്ടാക്കാനല്ല, നമ്മൾ ശാന്തമായിട്ട് പ്രതികരിക്കുന്നു. മാത്രമല്ല പിറ്റേന്ന് വയനാട്ടിൽ വെച്ച് MT വാസ്തവൻ നായരുടെ നേതൃത്വത്തിൽ MTയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടിയിൽ വെച്ചിട്ട് അവിടെ പാടാൻ കൂടിയാണ് മുഖം വന്നിരിക്കുന്നത്. അപ്പം അന്ന് നമ്മുടെ ഗോപിനാഥൻ മാഷ് അന്ന് കോഴിക്കോടാണ് പഠിപ്പിക്കുന്നത്, കേരളവർമ്മ കോളേജിലത്തെ ബാബുവിൻ്റെ കൂടെ മാഷാണ്. ഗോപി മാഷ് ഇത് ഇങ്ങനെ TV കണ്ടിട്ട് ഉടനെ അങ്ങോട്ട് വരികയും ഞങ്ങളുടെ കൂട്ടത്തിൽ കയറി. ഇപ്പോൾ അന്ന് DYSP അയാളോട് ചെന്ന് പറഞ്ഞിങ്ങനെ ഇവർ തൃശ്ശൂരുള്ള സാംസ്കാരിക സംഘടനയാണ്, ഇവരിപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് നന്നല്ല, കാരണം ഇവർ വയനാട്ടിൽ പോയിട്ട് പ്രതിഷേധ പാട്ടുകൾ പാടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഭംഗ്യന്തരേണ ഇവിടെ തെരുവിൽ പ്രതിഷേധ പ്രകടനം നടത്തി എന്നേ ഉള്ളൂ. അങ്ങനെ ഗോപിനാഥൻ മാഷയുടെ ഒക്കെ ഒരു ബലത്തിൽ ഞങ്ങളെ വിട്ട് തരികയൊക്കെ ഉണ്ടായി. മറ്റൊന്നുള്ളത് മൈത്രേയൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് അത് ഓർമ്മ വരുന്നത്. അഖിലേന്ത്യാ തലത്തിൽ ഇതുവരെ ആരും പറയാത്തൊരു പോയിന്റ് മാത്രം പറഞ്ഞു നിർത്താം. അഖിലേന്ത്യാ തലത്തിലുള്ള സെക്സ് വർക്കേഴ്സ് ഫോറം, അതിൻ്റെ രൂപീകരണവും അതിൻ്റെ അഖിലേന്ത്യാ തലത്തിലുള്ള സെക്സ് വർക്കേഴ്സിൻ്റെ ഒരു കൂടിച്ചേരൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. മൈത്രേയനും നമ്മുടെ പോൾസൺ റാഫേലും ജയശ്രീ അവാർഡ് ജേതാവല്ല, മൈത്രേയൻ്റെ ജയശ്രീ ഒക്കെയാണ് അതിൻ്റെ പ്രധാന സംഘാടകർ. അന്ന് സക്കറിയയാണ് ആ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചത്. അവിടെ രമേശ് നാരായണൻ്റെ കച്ചേരി മുതൽ മുഖം ഗ്രാമീണ നാടകവേദിയുടെ നാടൻ പാട്ട് വരെ അതിലെ പ്രധാന പാട്ടുകാരൻ കൊട്ടുകാരൻ എല്ലാം ബാബുവായിരുന്നു. ആ രൂപത്തിൽ സാംസ്കാരിക രംഗത്ത് ഏറെ അടയാളപ്പെടുത്തലുകൾ, അതും വളരെ പെട്ടെന്ന് വേഗത്തിൽ ഞാൻ അങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എനിക്കിപ്പോൾ 63 വയസ്സാണ്. ഞാൻ പാർട്ടിയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഇവർ താമസിച്ചത് ബാബു വാടകയ്ക്ക് താമസിച്ച വീട്ടിലാണ്. കാരണം എന്നോട് പാർട്ടി ഞങ്ങളുടെ ചേച്ചിപ്പുഴ ബ്രാഞ്ച് പറഞ്ഞു കുറച്ച് ഒരാഴ്ച ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറിയതാണ്. പിന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്ത് വളർന്നു പറഞ്ഞപ്പോൾ പോകാനൊരു സ്ഥലം വേണ്ടേ, ബാബുവിൻ്റെ വീട്ടിലേക്ക് പോയി. അന്ന് ബാബുവിൻ്റെ സ്വന്തം വീട്ടിലല്ല, ബാബു വാടകയ്ക്ക് താമസിക്കുക. അപ്പോൾ സന്ധ്യ അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ആ വാടക വീട്ടിൽ ഒളിവിലിരുന്ന ആൾ കൂടിയാണ് ഞാൻ എൻ്റെ മഹത്വമല്ല. അങ്ങനെ
പോൾസേട്ടനെ പലപ്പോഴും ബലപ്പെടുത്തിയ, കലാരംഗത്തും ജീവിതത്തിൽ ബലപ്പെടുത്തിയ ധാരാളം നാട്ടുകല അറിവുകൾ തന്ന ബാബുവാണ്. ഒരു യാത്ര പോലും പറയാതെ പോയത്. എൻ്റെ സർഗമുഖം മാസികയുടെ മുഖം ഇറക്കുന്ന ഒരു മാസിക, അതിൻ്റെ പത്രാധിപർ കൂടിയായിരുന്നു. അപ്പോൾ പത്രാധിപരെ കത്ത് കിട്ടാൻ പ്രസ്സുകാർ വിളിച്ചു. അപ്പോൾ ഞാൻ ബാബുവിന് മെസ്സേജ് അയച്ചു. അപ്പോഴാണ് ബാബു മെസ്സേജിൽ 2 ശസ്ത്രക്രിയ കഴിഞ്ഞു മാഷേ എന്ന് മാത്രം എഴുതി ഇട്ടു. അപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബാബു നിർത്തിപ്പോയതാണ്, തുടരാൻ പറഞ്ഞുകൊണ്ട്. എന്തായാലും നമ്മളത് തുടരും. ഇവിടെ അവാർഡ് മേടിക്കുന്ന ജയശ്രീ തുടരും. എനിക്ക് ഇനിയും കാള കളിക്കാനും ചവിട്ടുകാറ് ആടാനും ആരോഗ്യമുണ്ടായി. ഞാൻ ബാബുവിൻ്റെ കൂടി നാമം ഉച്ചസ്ഥലം ഉദ്ഘോഷിച്ചുകൊണ്ട് തുടരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും E.D. ഡേവിസിൻ്റെയും തൃശ്ശൂരിലെയും നാടൻ കലയെയും സംസ്കാരത്തെയും രാഷ്ട്രീയത്തെയും ഒക്കെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടായ്മയാണ് ഈ പരിപാടി ഇത്ര കണ്ട് വിജയമാക്കി നടത്തിയത്. അതിൻ്റെ ഒരു കാരണം പലരും ചോദിച്ചിരുന്നു, ഇതിന് വരുന്ന ചെലവ് കൊണ്ടുപോയി ബാബുവിൻ്റെ വീട്ടിൽ കൊടുത്താൽ പോലെ. ഗിരീഷ് എനിക്ക് മെസ്സേജ് അയച്ചു. ഗിരീഷ് ഇപ്പോൾ പറയുകയും അത് ശരിയാണ്. പക്ഷെ ആ ഇതിലേക്ക് ആളുകളെ ഉണർത്തുവാൻ ഉള്ള ഒരു ഉണർത്തുപാട്ടാണ് E.D. ഡേവിസ് ഇതിന് നേതൃത്വം കൊടുത്ത ഈ പരിപാടി. ഞാനും അതിൽ അംഗമാണ്. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് ബാബു ഉള്ള പോലെ അവരുടെ കുടുംബത്തെ സഹായിക്കുവാനും നമുക്ക് കഴിയണം. പലപ്പോഴും ഇപ്പോൾ മൂർഖനിലേക്ക് നടന്ന യോഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിസ്തരിച്ച് പറയുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ.